നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്കും ബാലപീഡനങ്ങൾക്കുമുള്ള കാരണം എന്താണെന്ന് വിശദീകരിക്കുന്ന ഡോക്ടറുടെ ഫേസ്ബുക്ക് കുറിപ്പ് വൈറലാകുന്നു. ഓരോ ദിവസവും കുഞ്ഞുങ്ങളോടുള്ള ക്രൂരതയും പ്രകൃതിവിരുദ്ധ പീഡനങ്ങളും ഏറുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സുൽഫി നൂഹുവിന്റെ കുറിപ്പ് മാധ്യമശ്രദ്ധ നേടുന്നത്. സമീപകാലങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതും കുഞ്ഞുങ്ങൾക്കു നേരെയുള്ള അതിക്രൂരമായ പീഡനങ്ങളാണ്. എന്നാൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ തേടി ദൂരെയൊന്നും പോകണ്ടെന്നും വില്ലന്മാർ നമ്മുടെ കൂടെ തന്നെയുള്ളവരാണെന്നും ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ മയക്കുമരുന്നുകൾ ലഭിക്കുന്നതും ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ കാണുന്ന കൊലപാതകങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഗെയിമുകളുമാണ് കേരളത്തിൽ തുടരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്ക് കാരണമാകുന്നതെന്നും ഡോക്ടർ കുറിപ്പിൽ പറയുന്നു. ഡോക്ടർ സുൽഫി നൂഹുവിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇതാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്കും ബാലപീഡനങ്ങളുടെയും കാരണങ്ങൾ അന്വേഷിച്ച് ഏറെ അലയണമെന്നില്ല. മയക്കുമരുന്നുകളുടെ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാത്ത ലഭ്യതയും ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ കൊലപാതകങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഗെയിമുകളും പ്രധാന പങ്ക് ഇതിൽ വഹിക്കുന്നുണ്ട്. മദ്യത്തിന്റെ അമിതമായ ഉപയോഗം സ്കൂൾ തലം മുതൽ ആരംഭിക്കുന്നുവെന്നത് വിവിധ പഠനങ്ങൾ മുൻകാലങ്ങളിൽ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. പുരുഷ വനിതാ വ്യത്യാസമില്ലാതെ കൗമാരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മദ്യപാനം ശീലമാക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒരിടയ്ക്ക് മദ്യത്തിന്റെ ലഭ്യതയുടെ നിയന്ത്രണം വലിയ ഗുണമൊന്നും ചെയ്തില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിനേക്കാൾ ഉപരി കൊലപാതകങ്ങളുടെയും മാനഭംഗ ശ്രമങ്ങളുടെയും പിന്നിലെ പ്രധാന വില്ലനും മദ്യപാനവും മയക്കുമരുന്നുകളുടെയും ഒരുമിച്ചുള്ള ഉപയോഗം തന്നെയാണ്. ഇവ ഉപയോഗിച്ച് ലഹരിയുടെ ഉന്മാദാവസ്ഥയിൽ സഹജീവിയെ വെട്ടിനുറുക്കുന്ന കിരാത വിഷമായി മയക്കുമരുന്ന് മാറുന്നു. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ വന്ന കുതിച്ചുചാട്ടം നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. കഞ്ചാവും മറ്റ് ലഹരി മരുന്നുകളും കേരളത്തിൽ സുലഭമായി ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾക്കുള്ള ലഭ്യതയും വിലക്കുറവും വളരെ രഹസ്യമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ ഇവയുടെ ഉപയോഗം കൂടുന്നതിന് കാരണമായി വരുന്നു. ഇത്തരം വർധനവിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിട്ടില്ലെങ്കിൽ കേരളം പരിപൂർണമായും മയക്കുമരുന്നിന് അടിമയായി തീരുന്ന കാലം വിദൂരമല്ലെന്നും ഡോക്ടർ പറയുന്നു. കൊച്ചുകുട്ടികൾ പോലും പീഡനത്തിന് ഇരയാവുകയും കൗമാരപ്രായക്കാർ പോലും കിരാതമായ കൊലപാതകങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നത് മയക്കുമരുന്ന് എന്ന അണുബോംബ് മൂലം തന്നെയാണെന്നും ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലും വീഡിയോ ഗെയിമുകൾ കൊലപാതക പ്രേരണയിലെ രണ്ടാം പ്രതി തന്നെ. 5-ാം വയസ്സിൽ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന മൊബൈലുകളിലും മറ്റ് ഗാഡ്ജറ്റുകളിലും നിറയെ കൊലപാതകങ്ങളാണ്. വെടിവെച്ച് കൊല്ലുന്ന അല്ലെങ്കിൽ വെട്ടിനുറുക്കുന്ന ബോംബ് വർഷിക്കുന്ന നായകൻ, അത്തരം നായകരോട് ആരാധന തോന്നുന്ന കൗമാരം, ആരാധന മൂത്ത പബ്ജി ഗെയിമുകൾ നിത്യജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിന് കുറ്റം പറയാനാകില്ല എന്നും ഡോക്ടർ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ നോക്കാൻ നമുക്ക് എവിടെയാണ് സമയം? ഒരുപക്ഷെ ഒഴിവാക്കാനോ പിടിവാശി നിയന്ത്രിക്കാനോ ഒക്കെയായി മൊബൈൽ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ആലോചിക്കൂ, കുട്ടിയുടെ മരണമണിയാണ് അവിടെ മുഴങ്ങുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ക്രിമിനലിന്റെ വിത്തുകൾ പാകാൻ നിങ്ങളും പങ്കാളികളാകുന്നുവെന്ന് ഉറപ്പിച്ചോളൂ. അക്രമവാസനയുള്ള വീഡിയോ ഗെയിമുകളെയും മയക്കുമരുന്നുകളെയും കരുതിയിരുന്നേ പറ്റൂ. ഇല്ലെങ്കിൽ വീണ്ടും കൊലപാതക പരമ്പരകൾ തുടർന്നുകൊണ്ടേയിരിക്കും. പോസ്റ്റിനൊപ്പം ഡോക്ടർ മാധ്യമങ്ങളുടെ അതിപ്രസരണമുള്ള ഒരു വാൾകഷ്ണം കൂടി ചേർക്കുന്നു. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് വിവിധ ചാനലുകളിലെ ക്രിമിനൽ സ്റ്റോറികൾ ചെയ്യുന്ന സഹായവും ഈ കൊലപാതക പരമ്പരകളിൽ തെറ്റില്ലാത്ത പങ്കുവഹിക്കുന്നതായും ഡോക്ടർ പറയുന്നു. അപ്പോൾ വില്ലന്മാർ ഇവിടേക്ക് തന്നെ ഉണ്ടെന്നും നമുക്ക് കരുതിയിരിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.